അപ്പം മിന്നുകെട്ടിന് ശേഷം മണവാളൻ മണവാട്ടിയെ ധരിപ്പിക്കുന്ന മന്ത്രകോടിയാണ്. മന്ത്രിച്ചുകൊണ്ട് ധരിപ്പിക്കുന്ന വസ്ത്രമായതുകൊണ്ടാണ് ഇതിന് മന്ത്രകോടി എന്ന പേര്. ഇനി ഈ മന്ത്രകോടിയിൽ നിന്ന് 7 നൂല് നമ്മൾ എടുത്തിട്ട് അതിനെ പിരിച്ച് 6 നൂല് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു വെള്ള നൂലും കൂടെ ചേർത്ത് അത് ഒന്നിച്ച് പിരിച്ച് മിന്ന് കോർക്കാനുള്ള ചരട് നമ്മൾ ഉണ്ടാക്കും. അതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി. ഈ 7 നൂലെന്ന് പറയുന്നത് 7 കൂദാശകളെ സൂചിപ്പിക്കുന്നു. ആ 7 കൂദാശകളുടെ പരിസമാപ്തി എന്ന് പറയുന്നത് കർത്താവിലാണ്. കർത്താവിനെ സൂചിപ്പിക്കുന്നതാണ് അതോട് ചേർക്കുന്ന വെള്ള നൂല്. അങ്ങനെ 6ഉം 1 7 നൂലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ 7 നൂല് ചേർത്താണ് നമ്മൾ ഈ മിന്ന് കെട്ടാൻ ഉപയോഗിക്കുന്ന ചരട് ഉണ്ടാക്കുന്നത്. ഇതിൽ ഇനി ചോറ് തേച്ച് അത് ബലപ്പെടുത്തണം. അപ്പം അങ്ങനെ നമ്മൾ നൂല് ബലപ്പെടുത്തുന്നതിന് വേണ്ട സ്റ്റാർച്ചിങ് പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിന്ന് കോർക്കാൻ പോവുകയാണ്. ഒൻപത് മണികള് കുരിശാകൃതിയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കുരിശാകൃതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളായിട്ടാണ് നമ്മളിതിനെ കാണുന്നതും അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതും. വിശുദ്ധമായ കൂദാശയിലൂടെ ഇത് പവിത്രമാക്കപ്പെടും. അങ്ങനെ പവിത്രമാക്കപ്പെട്ടാണ് ഇത് ധരിക്കുന്നത്.